ഹലോ ഫ്രണ്ട്സ്, മൂവ് അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിലൂടെ 2 മില്യൺ പ്ലസ് വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഗോഡ് ചാ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ദിവാലിക്ക് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ മയസാബ എന്ന് പറഞ്ഞിട്ടുള്ളത് സോണി ലിവിലൂടെ ഓഗസ്റ്റ് 7 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ദേവി ശ്രീപ്രസാദിൻ്റെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ഇറക്കിയിരുന്നു. പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടം സ്പൈഡർമാൻ്റെ 4ാം ഭാഗമാണ്. അവിടത്തെ ഒരു ചെറിയ ഗ്ലിംസ് ആയിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഷൂട്ട് തുടങ്ങുക എന്നുള്ള ലെവലിൽ ടോം ഹോളണ്ട് പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ സൂഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കേരളത്തിൽ റിലീസിനെത്തിയിരുന്നു. ഫറൽ ഫിലിംസ് ആയിരുന്നു അത് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ തെലുങ്ക് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഇപ്പോൾ മൈത്രി മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അത്താട് എന്ന് പറഞ്ഞിട്ടുള്ള പടം തമിഴ്നാട്ടിൽ റിലീസിനെത്തിക്കുന്നത് തേജസ് സിനിമാസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 9 പടം റിലീസാകാൻ പോകുന്നത് റിലീസാണ്. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. MS ഭാസ്കറാണ് മെയിൻ കഥാപാത്രത്തിന്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മദ്രാസി എന്ന് പറഞ്ഞിടത്തിലത്തെ സലംബല എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയത് അത് 6 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദ വുമൺ ഇൻ കേബിൻ 10 എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 10 എന്ന് അറിയിച്ചു. പിന്നെ ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള പടം യൂട്യൂബിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. മുന്നേ പറഞ്ഞായിരുന്നു അത് OTT പ്ലാറ്റ്ഫോമിലൊന്നും ആയിക്കില്ല, യൂട്യൂബിലൂടെ ആയിരിക്കും റിലീസ് ആവാന്നുള്ളത്. റെൻറ്റുമായിരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പടം വൈശാഖ് എടുക്കുന്ന പടമാണ്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് 6 തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പ്രിയദർശൻ്റെ 100ാമത്തെ പടം 2026 ഷൂട്ട് തുടങ്ങുമെന്നുള്ള കേൾക്കുന്നുണ്ട്. അതിൽ നായകനായിട്ട് മോഹൻലാൽ വരുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ പേര് ഹരം എന്നുള്ള ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ മധുര മനോഹര മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തെ ആൾ എന്നുവെച്ചാൽ സ്റ്റെഫി സേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അടുത്തായിട്ട് എടുക്കാൻ പോണ പടം ആസുബലിനെ വെച്ചിട്ടുള്ള പടം എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പടം ചെയ്യുമെന്നുള്ള അറിയത്തില്ല, പക്ഷെ അപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. എന്തായാലും പിന്നെ സ്റ്റാറിൻ്റെ 49ാമത്തെ പടം എന്നുവെച്ചാൽ വെട്ടിമാരെടുക്കുന്ന പടം ഈ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ വരാൻ പോവാണ്. അത് ഓഗസ്റ്റ് 14 പുറത്തിടും എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ തിയേറ്ററിൽ കൂലിയുടെ കൂടെയൊക്കെ വെക്കാനുള്ള ചാൻസസ് ഉണ്ട്, നോക്കി വെക്കാം. പിന്നെ JSK എന്ന് പറഞ്ഞിട്ടുള്ള C5 ഓഗസ്റ്റ് 14 OTT റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ തുടങ്ങുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് തുടങ്ങത്തില്ല, ഡിലേ ആവുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദേ കോൾ ഹിം മോജി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫയർ സ്റ്റോം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഹിൻഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടിക്കറ്റ്സ് 700 കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. പിന്നെ പടത്തിൻ്റെ തമിഴ്നാട്ടിലത്തെ 2ാമത്തെ ദിവസത്തെ കളക്ഷൻ 65 ലക്ഷമാണ്, കേരളത്തിലത്തെ 34 ലക്ഷമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 2 സ്ഥലത്തും കൂട്ടിയിട്ട് 2.40 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 53 കോടി നേടിയിട്ടുള്ളതെല്ലാം അറിയിച്ചുകൊണ്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്. പിന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം 1.4 മില്യൺ പ്ലസ് കളക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂലി ഡിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ട്രാക്ക്. അത് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ടൈറ്റിൽ ഗ്ലിംസ് അത് ഇറങ്ങിയപ്പോൾ കിട്ടിയ പാട്ടാണത്. അതിനുശേഷം ഫസ്റ്റ് സിംഗിളായിട്ട് ചിക്കിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇറക്കിയിരുന്നു, അതാണ് 2ാമത്തെ ട്രാക്ക്. പിന്നെ ഉയർന്നാദി നൻപനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് 3ാമത്തെ ട്രാക്കായിട്ട് ഇട്ടിട്ടുള്ളത്, അത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അതൊരു ഇമോഷണൽ രീതിയിലുള്ള ഒരു പാട്ടാണ്, എന്തായാലും നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ 4ാമത്തായിട്ട് ഐ ആം ദ റേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ട്രാക്ക് ഉണ്ട്, അത് കിട്ടുന്ന സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ 5ാമത്തെ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അവർ സെക്കൻഡ് സിംഗിളായിട്ട് പുറത്തിറക്കിയ പാട്ടാണ്, അത് ഗംഭീര പാട്ട് തന്നെയാണ്. പിന്നെ 6ാമത്തെ കൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതൊരു നാടൻ സംഭവം പോലെ കേരളത്തിലത്തെ ഒരു സംഭവം കുടിച്ച മാതിരത്തെ ഒരു രീതിയിലുള്ളൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയൊക്കെ എനിക്ക് തോന്നി, അത് നന്നായിട്ടുണ്ട്. പിന്നെ 7ാമത്തെ പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അവർ 3rd സിംഗിളായി പുറത്തിറക്കിയ പാട്ടാണ്, അത് ഗംഭീര സാധനമാണ്. പിന്നെ 8ാമത്തായിട്ട് മോബ്സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, ഇതും അടിപൊളി തന്നെയാണ്. എന്തായാലും ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഇങ്ങനെയാണ് പറയേണ്ടത് ശരിക്ക്, പക്ഷേ അവർ കൂലി അൺലിസ്റ്റഡ് എന്നുള്ള രീതിയിലാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അനിരുദ്ധ വന്നതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ അറിവും അനിരുദ്ധവും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ കലനീരി മാരൻ വന്നിട്ടുണ്ടായിരുന്നു, അതേമാതിരി ഉപേന്ദ്ര വന്നിട്ടുണ്ടായിരുന്നു, സത്യരാജ് വന്നിട്ടുണ്ടായിരുന്നു, ഋതിയാസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അൻവർ മാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ നാഗാർജുന വന്നിട്ടുണ്ട്, പിന്നെ സൗബിൻ ഷായർ വന്നിട്ടുണ്ട്, പിന്നെ അമീർ ഖാൻ വന്നിട്ടുണ്ടായിരുന്നു. അമീർ ഖാൻ പടത്തിലത്തെ സെയിം ലുക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതൊന്നുകൂടി ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രജനീകാന്തും വന്നിട്ടുണ്ടായിരുന്നു, അതേമാതിരി ലോകേഷ് കനകരാജും വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ ഇന്നലെ 7 മണിക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കറക്റ്റ് 7 മണിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ നല്ല ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്, പക്ഷേ ഒരു പവർ സാധനമല്ല, എന്നുവെച്ചാൽ ഒറ്റടിക്ക് ഭയങ്കര തരിച്ച് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് കട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ BGMs കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയില്ല. ഈ ഓഡിയോ ട്രാക്കിൽ ഞാൻ പറഞ്ഞ മോബ്സ്റ്റാർ എന്ന് പറഞ്ഞ പാട്ടാണ് ട്രെയിലറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ കഥയുടെ സസ്പെൻസ് കാര്യങ്ങളൊക്കെ അതിൽ അറിയാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ട്രെയിലർ ഇങ്ങനെ ആയി പോയിട്ടുണ്ടാവുക. എന്തായാലും ഇതിലിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഷോട്ട് അത് ട്രെയിലറിൽ വരുന്ന സീനാണ്, മിക്കവാറും DAGing പരിപാടി ഉണ്ടായിരിക്കും, അത് ഗംഭീരമാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു കളർ നെഗറ്റീവ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പോസിറ്റീവ് ആക്കിയ രീതിയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇടാൻ വെച്ചിരുന്ന വീഡിയോ ആണ്, പക്ഷേ കുറേ കാരണം കൊണ്ട് ഡിലേ ആയി, അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ വെച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ.